ഒരു സമയം നാം വാഴ്ത്തപ്പെട്ട് ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവനിശ്ചിതയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വലിയ നിലവിളിയാണ്. ഈ നിലവിളി ആരാണ് നടത്തുന്നത്? പൗലോസാണ്. പ്രൈസലോ. പൗലോസിനെ പോലെയുള്ള അതിഭക്തനായിരിക്കുന്ന അതിവിശുദ്ധനായിരിക്കുന്ന പ്രൈസലോ ഇങ്ങനെ ഒരു മനുഷ്യൻ ഇത്രയും വലിയൊരു നിലവിളി നടത്തുക. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. പ്രൈസലോ. നമ്മൾ ഒത്തിരി വായിച്ച് പഠിച്ച വചനങ്ങളാണ്. എന്നാൽ അതിന്റെ ചരിത്ര ഭാഗങ്ങൾ എന്താണെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. അപ്പോസ്തലൻ പൗലോസ് തന്റെ ജീവിതത്തിലുണ്ടായ പോരാട്ടത്തെക്കുറിച്ച് റോമാലേഖനം 7-ാം അധ്യായത്തിൽ അതിശക്തമായിട്ട് ഹൃദയം തുറന്നെഴുതിയിരിക്കുകയാണ്. പ്രൈസലോ. യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു വലിയ വിശുദ്ധൻ എന്നത് അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിൽ കൂടെ തന്നെ നമുക്ക് കാണാൻ കഴിയും. പ്രൈസലോ. ഒരു വലിയ വിശുദ്ധൻ അല്ലേലിയ. മാത്രമല്ല, ന്യായപ്രമാണത്തിലുള്ള 613 നിയമങ്ങളെയും പഠിച്ച പണ്ഡിതനാണ് അല്ലേ. അവയെല്ലാം യഥാർത്ഥമായി അനുസരിച്ചവൻ, പരീശന്മാരിൽ നിന്ന് ജനിച്ച പരീശൻ, ന്യായപ്രമാണം പ്രകാരം കുറ്റമറ്റവൻ. പ്രൈസലോ അല്ലേറിയ. അദ്ദേഹത്തിന്റെ അവയവങ്ങൾ ഉണ്ടായിരുന്ന മോഹപാപ പ്രമാണത്തിന് അദ്ദേഹത്തെ അടിമയാക്കിയപ്പോൾ പൗലോസ് ന്യായപ്രമാണം സംബന്ധിച്ച് പണ്ഡിതനാണ്, അവയെല്ലാം യഥാർത്ഥമായി അനുസരിച്ചവനാണ്, പരീശൻ ജനിച്ചവനാണ്, ന്യായപ്രമാണം കുറ്റമറ്റവനാണ്, ന്യായപ്രമാണത്തിൽ 613 നിയമങ്ങളും നന്നായിട്ട് പഠിച്ച ശക്തനായ പണ്ഡിതനാണ്, എല്ലാം കൊണ്ടും അതിശക്തനായ വിശുദ്ധൻ. പക്ഷെ എങ്കിലും തന്റെ ശരീരത്തിൽ വ്യാപരിക്കുന്ന പാപപ്രമാണത്തോട് താൻ പലപ്പോഴും അടിമപ്പെടുന്നു. ആ സാഹചര്യത്തിലാണ് പൗലോസ് ഈ വചനം എഴുതുന്നത്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിനെ ആ വിവേക്കും. ഇവിടെ എന്നെ കേൾക്കുന്ന പ്രശ്നീകത, നാം എത്ര അതിഭക്തിയോടെ അതിവിശുദ്ധ ജീവിതം നയിപ്പാൻ ആഗ്രഹിച്ചാലും ജഡത്തിൽ നമുക്ക് കഷ്ടതകളുണ്ട്, ജഡത്തിൽ പീഡകളുണ്ട്, ജഡത്തിൽ പാപത്തിന്റെ പ്രമാണം കടന്നു വരാൻ സാധ്യതയുണ്ട്. പാപം നമ്മുടെ ഉള്ളിൽ കടന്നു വന്നിട്ട് മോഹം നമ്മളെ കൊണ്ട് അത് നമ്മെ അടിമയാക്കി മാറ്റും. അങ്ങനെ പൗലോസ് പറഞ്ഞപോലെ പലപ്പോഴും ഞാനും നിങ്ങളും പറയേണ്ട അവസരം വന്നിട്ടില്ലേ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്നാണ്. നമ്മളിത് പറയുമ്പോൾ അയ്യോ അരിഷ്ട മനുഷ്യൻ സാമ്പത്തികമായി കഷ്ടം സഹിക്കുമ്പോൾ, ശാരീരികമായ രോഗം വരുമ്പോൾ, അല്ലെങ്കിൽ മാനസികമായി തകരുമ്പോൾ, കുടുംബത്തിൽ ഒറ്റപ്പെടുമ്പോൾ, അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളാണ് നമ്മൾ അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് പറയുന്നത്. എന്നാൽ പൗലോസ് പറയുന്നത്, പൗലോസ് എല്ലാ കാര്യത്തിനകത്തും അതിശക്തനായി ദൈവത്തിനു വേണ്ടി വളരെ പ്രയോജനപ്പെട്ടിട്ടും പലപ്പോഴും ഹല്ലേലൂയ പൗലോസിന്റെ ജീവിതത്തിൽ വരുന്ന പാപത്തെ എനിക്ക് ജയിപ്പാൻ കഴിയാതെ വരുമ്പോഴാണ് പൗലോസ് അരിഷ്ട മനുഷ്യങ്ങളുടെ വാക്കോട് ഉപയോഗിക്കുന്നത്. നിങ്ങളാണ് അതിലൊരാളാകട്ടോ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന സഹോദരി, ദൈവദാസി ദാസന്മാരെ, നിങ്ങൾ ഇതിൽ ഒരാളാണ്. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലെ പാപത്തിന്റെ പ്രമാണത്തെ നിങ്ങൾ തിരിച്ചറിയണം. അല്ലെ. നിങ്ങൾ ഒരുപക്ഷെ എന്നോട് പറയും, എന്റെ ശരീരത്തിൽ പാപത്തിന് പ്രമാണമില്ല, ഞങ്ങൾ വിശുദ്ധരാണ് നിങ്ങൾ പറഞ്ഞാലും നിന്റെ ശരീരത്തിന്റെ അവയവങ്ങളിൽ പോരാടുന്ന ഒരു പാപത്തിന്റെ പ്രമാണമുണ്ടെന്ന് രക്തം ചെയ്യും ഇല്ലെന്ന് നിങ്ങൾക്ക് തർക്കിക്കാൻ പറ്റത്തില്ല കേട്ടോ. അല്ലേരിയ. അപ്പൊ ഇവിടെ അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് പൗലോസ് പറയുമ്പോൾ ഇതിന്റെ പിന്നെ വലിയൊരു ചരിത്രമുണ്ട്. അല്ലേരിയ. അപ്പൊ ഇതിന്റെ പിന്നെ വലിയ ചരിത്രം എന്ന് പറയുന്നത്, റോമൻ സർക്കാർ ആ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞ നീറോ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ചില കുറ്റവാളികൾക്ക് മരണശിക്ഷ കൊടുക്കുമ്പോൾ ആ കുറ്റവാളികളുടെ ശരീരത്തോട് ചത്തുപോയ ഒരു മനുഷ്യന്റെ പ്രേതത്തെ അഥവാ ശരീരത്തെ കൈയോട് കൈ കാലോട് കാലുകൾ ഇങ്ങനെ ഇവ കൂട്ടിക്കെട്ടി വെക്കുക പതിവായിരുന്നു. അല്ലേറിയ. നമുക്കറിയാം, നീറോ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ അനവധി ക്രൈസ്തവരെ യാതൊരു ദയം കൂടാതെ അല്ലെങ്കിൽ യാതൊരു കാരുണ്യം കാണിക്കുന്ന മനസ്സിലുമില്ലാതെ അഗ്നിക്കിരയാക്കി മൃഗങ്ങൾക്ക് ഇട്ടുകൊടുത്തു ക്രൂരമായ രീതിയിൽ അനവധി ക്രൈസ്തവരെ കൊന്നൊടുക്കി. ഇന്ന് ഇസ്രയേലും നൈജീരിയയിലും സുഡാനിലും ആഫ്രിക്കയിലും ഒക്കെ നടക്കുന്നുള്ള ക്രൂരമായ കൊലപാതകങ്ങൾ അന്ന് ക്രൈസ്തവ ജനത്തിനെതിരെ അഴിച്ചുവിട്ടി നീറോയും. ഇന്നും അത് തന്നെയല്ലേ നമ്മൾ കാണുന്നത്. അങ്ങനെ അല്ലെങ്കിൽ മരിച്ചുപോയ ഒരാളിന്റെ ശവശരീരം കൊണ്ടുവന്ന് റോമൻ നിയമപ്രകാരം ശിക്ഷിക്കുന്നവന്റെ ശരീരത്തോട് ചേർത്ത് കെട്ടും.
അല്ലേരിയ. അപ്പൊ കുറ്റവാളിയുടെ കഴുത്തിൽ എന്നിട്ട് അരിഷ്ട മനുഷ്യൻ ഒരു ബോർഡും എഴുതി വെക്കും. അല്ലേരിയ. ആ മേലെഴുത്തും തൂക്കിയിട്ടാണ് ഈ മനുഷ്യൻ നടക്കുന്നത്. അല്ലേരിയ. തന്റെ ശരീരത്തിൽ എന്താണുള്ളത്? മരിച്ചുപോയ ഒരു മനുഷ്യന്റെ ശവം കെട്ടിവെക്കുകയാണ്. അല്ലേരിയ. അപ്പൊ റോമ സർക്കാരിന്റെ കുറ്റവാളി ആയതുകൊണ്ട് അവനാരും വെള്ളമോ ആഹാരമോ ഒന്നും കൊടുക്കില്ല. അല്ലേരിയ. അവന്റെ കെട്ട് അഴിച്ചു വിടാനായിട്ട് ആരും മുമ്പോട്ട് വരത്തുമില്ല. അത്ര ക്രൂരമായ പീഡനമാണ് അന്ന് നീറോ ചക്രവർത്തി അഴിച്ചുവിട്ടത്. അതുകൊണ്ട് നീറോ ചക്രവർത്തിയെ കുറിച്ചൊരു പാട്ടൂടെ ഇങ്ങനെ ജനം പറഞ്ഞ്, റോമ നഗരത്തിന് തീ പിടിക്കുമ്പം വീണ വായിക്കുന്ന നീറോ ചക്രവർത്തി. അല്ലേരിയ. അല്ലേരിയ. എന്നെ കേൾക്കുന്നത് പറയും, അവനെ ആരും വെള്ളം കൊടുക്കത്തില്ല, ആഹാരം കൊടുക്കത്തില്ല, അവന്റെ അരിക്കൽ ചെല്ലത്തിൽ അവന് കെട്ടഴിച്ചു വിടത്തില്ല. കാരണം നിയമം അത്ര ശക്തമാണ്. ക്രൈസ്തവരെ കൊന്നൊടുക്കണം, ഇന്നത്തെ പോലെ തന്നെ. അല്ലെങ്കിൽ ആ കുറ്റവാളി ആ തന്റെ ശരീരത്തിൽ ചേർത്ത് കെട്ടിവെച്ചിരിക്കുന്ന ആ പ്രേതം ആ ശവശരീരത്തെ ചുമന്നുകൊണ്ട് വിശപ്പിനായിട്ടും ദാഹത്തിനായിട്ടും അല്ലേരിയ വളരെ നിലവിളി ഉയർത്താറുണ്ട്. ആരെങ്കിലും ഒരു തുള്ളി വെള്ളം കൊടുത്തിരുന്നെങ്കിൽ, ആരെങ്കിലും ഒരു നേരത്തെ ആഹാരം കൊടുത്തിരുന്നെങ്കിൽ എന്ന് ആ മനുഷ്യൻ ചിന്തിച്ചിട്ടുണ്ട്. അല്ലേരിയ. അങ്ങനെ എന്റെ ഈ കെട്ടിനെ അഴിച്ചുവിടുമോ, എനിക്ക് എന്നെ സഹായിക്കുമോ എന്ന് കരഞ്ഞു വിലപിച്ച കാലഘട്ടത്തിൽ വളരെ നിലവിളി ഉയർത്തി. അല്ലേരിയ. ഈ പ്രേതത്തിന്റെ തണുപ്പ്, ഈ ശവത്തിന്റെ തണുപ്പ് ഇവന്റെ ശരീരത്തിലുള്ള ചൂടിനെ ഓരോ നിമിഷവും വലിച്ചെടുത്തുകൊണ്ടിരിക്കും. അതിന് മരിച്ചുപോയ ആളിന്റെ ശരീരം വളരെ തണുപ്പാണ്. ആ തണുപ്പുള്ള ശരീരമാണ് ജീവനുള്ള ഈ കുറ്റവാളി ദേഹത്ത് കെട്ടിവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ശവം എന്ത് ചെയ്യും? ഈ ജീവനുള്ള മനുഷ്യന്റെ ശരീരത്തെ തണുപ്പ് ആമി വലിച്ചെടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു 3 ദിവസം കഴിയുമ്പോൾ ഈ ശവം ചീഞ്ഞ് നാറാൻ തുടങ്ങും. ഈ ശരീരത്തിൽ കെട്ടിവെച്ച് ശവം ചീഞ്ഞ് നാറാൻ തുടങ്ങും. അങ്ങനെ ഈ ശവം ചീഞ്ഞ് നാറുമ്പം അതിന്റെ നാറ്റം സഹിപ്പാൻ കഴിയാതെ അല്ലേരിയ ആ മനുഷ്യൻ നിലവിളിക്കുക, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, ക്രൈസ്തവ പീഡ എത്ര ഭയാനകമായിരുന്നുവെന്ന്. നമുക്ക് മുമ്പേ കടന്നുപോയ വിശുദ്ധന്മാർ ക്രൈസ്തവ വിശ്വാസത്തെ നിലനിർത്താൻ വേണ്ടി, യേശുവിന്റെ നാമം നിലനിർത്താൻ വേണ്ടി, ഭൂമി സുവിശേഷത്തിന് വേണ്ടി എത്രമാത്രം വില കൊടുത്തുവെന്ന് നീ ഞാനും തിരിച്ചറിയണം. ഇന്ന് പകലിനെ കേൾക്കുന്ന റോഹാം, നീ പാപം ചെയ്യുമ്പോൾ, അകൃത്യം ചെയ്യുമ്പോൾ, ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കാതിരിക്കുമ്പോൾ, പ്രമാണത്തെ ലംഘിക്കുമ്പോൾ, ദൈവകൽപ്പന തെറ്റിക്കുമ്പോൾ നീ ചിന്തിക്കണം. അല്ലെങ്കിൽ നമുക്ക് മുമ്പേ കടന്നുപോയ വിശുദ്ധന്മാർ എത്രമാത്രം ക്രൂരമായ കഷ്ടതയിലൂടെ കടന്നുപോയിട്ടാണ് ഈ സുവിശേഷം എന്റെ നിന്റെ കരങ്ങളിൽ തന്നു ചിന്തിക്കണം. പ്രൈസലോ. ഇതിനെ വിറ്റ് കാശാക്കുന്ന കള്ള പ്രവാചകന്മാരും കള്ള ആമി ശുശ്രൂഷകന്മാരോട് പറയട്ടെ, നീ ഇതിനെ വിറ്റ് കാശാക്കുമ്പോൾ ദൈവം നിന്നോട് ഒരിക്കലും പൊറുക്കത്തില്ല. അല്ലേലിയ. കള്ള പ്രവചനം നടത്തി വ്യാജ ശുശ്രൂഷ ചെയ്തും പണമുണ്ടാക്കുവാനുള്ളതല്ല ഈ ശുശ്രൂഷ എന്ന് പറയുന്നത്. ഇത് കർത്താവിന്റെ നാമത്തെ ഉയർത്തുന്നതാണ്. അല്ലേലിയ. അപ്പൊ ഈ മനുഷ്യന് അല്ലെങ്കിൽ അത്രമാത്രം അല്ലെങ്കിൽ കഷ്ടതയാവാം. ഈ ശവം 3 ദിവസം കഴിയുമ്പോഴത്തേന് എന്ത് ചെയ്യും? ചീഞ്ഞു നാറാൻ തുടങ്ങും. അല്ലേലിയ. അങ്ങനെ ചീഞ്ഞു നാറി ചില നിമിഷങ്ങൾക്കുള്ളിൽ എന്ത് ചെയ്ത് ആ ശരീരം പുഴുവാകാൻ തുടങ്ങും. ആ ശവശരീരം എന്ത് ചെയ്ത് പുഴുവാകാൻ തുടങ്ങും. അങ്ങനെ ആ പുഴുവായി കഴിയുമ്പോൾ തന്റെ ഈ പ്രേതത്തിന്റെ ഈ ശവത്തിന്റെ ഉള്ളിലുണ്ടാകുന്ന പുഴുക്കൾ എന്ത് ചെയ്യും? ഈ ശവത്തിൽ നിന്ന് ജീവനുള്ള ഈ കുറ്റവാളിയുടെ ശരീരത്തിലൂടെ ഇഴയാൻ തുടങ്ങും. ഓർത്ത് നോക്കി, കൈയെടുത്ത് ചൊറിയുവാനോ കൈയെടുത്ത് തള്ളിക്കളയാനോ ഒന്നും കഴിയാതെ കൈകാലുകൾ ബന്ധിച്ചിരിക്കുന്നത് കൊണ്ട് അവന്റെ ശരീരത്തിലൂടെ ഈ പുഴു എന്ത് ചെയ്യും? ആമ ഇഴഞ്ഞ് നടക്കാൻ തുടങ്ങും. അങ്ങനെ ശരീരമാസകലം പുഴു ഇഴഞ്ഞ് നടന്ന് അത് കണ്ണിലും മൂക്കിലും വായിലും ചെവിയിലും എല്ലാം ഈ പുഴു കയറി ആമ ഇഞ്ചിഞ്ചായിട്ട് മനുഷ്യനെ അരിച്ചു വെറുക്കാൻ തുടങ്ങും. ഒന്ന് ഓർത്ത് നോക്ക് ശ്രോതാവേ, വിശ്വാസം എത്ര വലുതാണെന്ന്. ഇന്ന് നിന്റെ വിശ്വാസം നിനക്ക് എവിടെയാണ് നിൽക്കുന്നത്? ഇന്ന് നീ കർത്താവിനെ എവിടെ ആരാധിക്കുന്നത്? കർത്താവിനെ കുറിച്ച് നിനക്ക് എന്തോ അറിയാം. ഹല്ലേലൂയ. ഇന്ന് നിന്റെ ഇഷ്ടപ്രകാരം തന്നിഷ്ടപ്രകാരം എവിടെ ജീവിക്കുന്നത്? സഭയിൽ പോയില്ലേ എന്താ? പാസ്റ്റർ എന്തോ ചിന്തിക്കാനാ? സഭയിൽ അങ്ങോട്ട് ചെന്ന് പാസ്റ്റർക്ക് സ്വോത്രകാഴ്ച കൊടുത്തില്ലേ എന്താ? സഭയിൽ പോയില്ലെന്ന് പറഞ്ഞ് എന്താ വരാൻ? നമുക്ക് ഓർക്കുന്നതിനോട് അല്ലേ ദൈവത്തിന്റെ ആത്മാവിന് പറയാനുള്ളത്? ന്യായം വിധിക്കുന്ന നാളിൽ നിനക്ക് ഒരിക്കലും ആത്മരക്ഷ പ്രാപിപ്പാൻ കഴിയില്ല കേട്ടോ. ഹല്ലേലൂയ. അങ്ങനെ ഈ മനുഷ്യന്റെ ശരീരത്തിലൂടെ പുഴുക്കൾ കയറി ഇറങ്ങി നടന്ന അവസാനം ഈ കുറ്റവാളിയായ മനുഷ്യന്റെ ശരീരത്തിൽ പുഴു തുളച്ചിറങ്ങാൻ തുടങ്ങും. കാരണം ജീവനുള്ള മനുഷ്യന്റെ ശരീരത്തിൽ എന്ത് ചെയ്യും? പുഴുക്കൾ എന്ത് ചെയ്യും? ആമി തുളച്ചിറങ്ങാൻ തുടങ്ങും. ഓരോ നിമിഷവും തനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദന തന്റെ ശരീരത്തിൽ വർദ്ധിക്കാൻ തുടങ്ങും.
ഓരോ നിമിഷവും സെക്കൻഡുകളും തനിക്ക് ഒരിക്കൽ പോലും സഹിപ്പാൻ കഴിയാത്ത കഠിനമായ വേദനകൾ ഇപ്പോഴും തൻ്റെ ശരീരത്തിൽ ചൂഴ്ന്നിറങ്ങാത്തോളം കാലം താൻ അനുഭവിക്കുകയാണ്. ഹല്ലേലൂയ. ആ വേദനയോട് കൂടി, സഹിക്കാൻ പറ്റാത്ത വേദനയോട് കൂടി ആ മനുഷ്യൻ വിളിച്ചു പറയും, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നീ ആറ് വെടിവെക്കും. ഹല്ലേലൂയ. ഈ വചനം കേൾക്കുമ്പോൾ നിന്റെ വിശ്വാസത്തെ നീ ശക്തിപ്പെടുത്തിക്കോണം കേട്ടോ. ഈ വചനം കേൾക്കുമ്പോൾ നീ ദൈവവചനത്തെ ഉറച്ചോണം. ഹല്ലേലൂയ. ഈ ലോകം നമുക്ക് ശാശ്വതമല്ല. ഈ ലോകം നമുക്ക് സ്തോത്രം പ്രതികൂലമാണ്. ഇവിടെ നമുക്ക് യാതൊരു സംരക്ഷണം കിട്ടത്തില്ല. നീറോ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ഇതുപോലെ അനവധി ആളുകളെ ക്രൂരമായി പീഡിപ്പിച്ചതുപോലെ ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ ക്രൈസ്തവജനം അനുഭവിക്കുന്ന പീഡ ഓർക്കുമ്പോൾ നീ കയ്യും കെട്ടിക്കിടന്നുറങ്ങരുത്. നീ TV നോക്കി ഇരിക്കരുത്, മൊബൈലിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കരുത്. കവിതാക്കളുമായി നീ ബന്ധം പുലർത്തരുത്. നീ അസഭ്യം പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിന്റെ സുഖലോലുപങ്ങളിൽ നീ വീഴാതെ ഹല്ലേലൂയ. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ ജനത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കണം. അനവധി ക്രൈസ്തവ പുരോഹിതന്മാർ, ക്രൈസ്തവ മിഷണറിമാർ, സന്യാസിനികൾ വളരെ ക്രൂരമായ പീഡയിലൂടെ കടന്നു പോകുന്നു. അനവധി ദൈവദാസന്മാരെ പിടിച്ചു കെട്ടി, കൈ പുറകോട്ട് പിടിച്ചു കെട്ടി നിറതോക്കിന് വെടിവെച്ച് നിറതോക്കൊഴിച്ച് കൊല്ലുന്ന കാഴ്ച എത്ര ഭയാനകമാണ്. അവരും പറഞ്ഞു കാണും, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിനെ ആർ വിടുവിക്കുന്നു. പക്ഷേ അവരും നിലവിളിച്ച് കാണും. അതെ, എനിക്ക് മുമ്പ് എന്നെ പോലത്തെ ആളുകൾ നിലവിളിച്ചത് കൊണ്ടാണ് ശ്രോതാവേ ഞാൻ ഈ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നത്. രക്തം ജയം. ഞാൻ ഈ ദൈവവചനം പ്രസംഗിച്ചപ്പോൾ, ഈ ദൈവവചനം പ്രസംഗിപ്പാൻ ഒരുങ്ങിയപ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, നീ ഒരു അരിഷ്ട മനുഷ്യനാണോ എന്ന് നീ ചിന്തിക്കണമെന്ന് പറഞ്ഞ സ്തോത്രം. ഞാൻ ഈ വചനം ഒരുപാട് പ്രാവശ്യം ശുശ്രൂഷിച്ചുള്ളതാണ്. പക്ഷെ ഞാൻ ഇന്ന് പകൽ ഈ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന സഹോദരാവേ, നീ ദൈവത്തിലേക്ക് മടങ്ങി വരണം. അപ്പൊ ഈ മനുഷ്യന്റെ ശരീരത്തിൽ എന്ത് ചെയ്യും? പുഴുക്കൾ അഴിക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. ഈ മനുഷ്യനെ അഴിച്ചുവിടാൻ ആർക്കും കഴിയില്ല. ഹല്ലേലൂയ. ആർക്കും റോമൻ നിയമപ്രകാരം മറ്റാർക്കും ഈ മനുഷ്യൻ അഴിച്ചുവിടാൻ പറ്റത്തില്ല. ചിലപ്പോൾ അവൻ കലുരിയെ വളരെ നിലവിളിച്ചുകൊണ്ട് വളരെ ഈ ശവശരീരത്തിൽ നിന്ന് കുടഞ്ഞെഴു പോകാൻ വേണ്ടി അവൻ കുതറാറുണ്ട്. പക്ഷെ എന്നാൽ ഈ കെട്ടുകൾ വരിഞ്ഞു മുറുക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് അവരതിൽ പിന്മാറിപ്പോകാൻ പറ്റത്തില്ല, ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. റോമൻ ചക്രവർത്തി അവിടെ വരികയാണെങ്കിൽ ആ ചക്രവർത്തിക്ക് മാത്രമേ അവന്റെ കെട്ടുകളെ അറുത്ത് കളയുവാൻ സാധിക്കുള്ളൂ. ഈ സമയത്ത് അങ്ങനെ റോമൻ ചക്രവർത്തിയുടെ വന്നെങ്കിൽ, ഈ നീറോ വന്നെങ്കിൽ മാത്രമേ അവന്റെ ശരീരം കെട്ടറുത്ത് കളയാൻ പറ്റും. മറ്റാർക്കും കളയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് ആവർത്തിച്ചത്, റോമാനഗരം തീപിടിക്കാറും നീറോ ചക്രവർത്തി വീണ വായിച്ചെന്ന് പറഞ്ഞപോലെ അനവധി ക്രൈസ്തവ ജനങ്ങൾ ഇതുപോലെ കഠിനമായ കൊടും ക്രൂരതയിലൂടെ കടന്നു പോകുമ്പോൾ മട്ടുപ്പാവിൽ എഴുതിയ കൊട്ടാരത്തിൽ ഉല്ലസിച്ച നീറോ ചക്രവർത്തിയെ പോലെ ഇന്ന് നൈജീരിയയിലും സിറിയയിലും അതുപോലെ സുഡാനിലും ആഫ്രിക്കയിലും ഒക്കെ അനവധി ക്രൈസ്തവ ജനത്തെ കൊന്നൊടുക്കിയിട്ട് ആർപ്പ് വിളിക്കുന്ന ഈ നീറോയുടെ ആത്മാവുള്ള തീവ്രവാദ ഗ്രൂപ്പിനെ നീ തിരിച്ചറിയണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, സുവിശേഷത്തിന് വേണ്ടി വില കൊടുക്കുവാൻ തയ്യാറാകണം. സുവിശേഷത്തിന് വേണ്ടി ക്രിസ്തുവിന് വില കൊടുക്കാൻ തയ്യാറാകണം. ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത് പട്ടുമെത്തയുടെ അനുഭവമല്ല. അത് പ്രതികൂലങ്ങൾ നിറയപ്പെട്ടതാണ്, പ്രശ്നങ്ങൾ നിറയപ്പെട്ടതാണ്. പൗലോസിന്റെ കാലഘട്ടത്തിൽ പൗലോസ് ഈ ഒരു അനുഭവത്തിലൂടെ അല്ലെങ്കിൽ കടന്നു പോയില്ല. പൗലോസിന്റെ തന്റെ ജീവിതത്തിനകത്ത് പോരാടുന്ന പാപത്തിന്റെ പ്രമാണം അത് പൗലോസിനെ അരിഷ്ട മനുഷ്യനാക്കി മാറ്റുന്നു. രക്തം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്നതാണ്. അതിനെക്കുറിച്ച് പൗലോസിന്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ വാക്യങ്ങളിൽ പൗലോസ് ഇങ്ങനെ എഴുതി, തന്റെ അനുഭവം എന്ന നിലയിൽ മാത്രമല്ല, പാപവും ന്യായപ്രമാണ നിമിത്തം നിരാശനായി തീർന്ന ഒരുവന്റെ വാക്കുകളായിട്ടാണ് പൗലോസ് എഴുതുന്നത്. നമ്മൾ റോമലേഖനം 7-ാം അധ്യായം 19-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലെങ്കിലോ ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ എന്ന് പറയുന്നത്, ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. ഇത്രമാത്രം അതിഭക്തനായിട്ട് ന്യായപ്രമാണത്തിന്റെ 613 നിയമങ്ങളും പഠിച്ച ശക്തനായ പണ്ഡിതൻ,
ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, ആമേൻ. പരീശൻ ജനിച്ചവൻ, ന്യായപ്രമാണം സംബന്ധിച്ച് കുറ്റമറ്റവൻ. ഹല്ലേലൂയ, അത്രമാത്രം ശക്തനായ ഏഴാം അധ്യായത്തിൽ തന്റെ വിശുദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ തന്റെ ശരീരത്തോട് വ്യാപരിക്കുന്നതിന്റെ പാപത്തിന്റെ പ്രമാണം. ഇതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, നിന്റെ ശരീരത്തോട് വ്യാപരിക്കുന്ന ഒരു പാപത്തിന്റെ പ്രമാണമുണ്ട്. നീ ഓർക്കും നീ വിശുദ്ധനായിരിക്കുമോ? അല്ല, നീ വിശുദ്ധനല്ല. നിന്റെ ജീവിതത്തിൽ പാപമുണ്ട്, പാപത്തിന്റെ പ്രവൃത്തികളുണ്ട്, പാപത്തിന്റെ വശീകരണ ശക്തികൾ നിന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. അതിന്റെ നടുവിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ പാപത്തിന് അധീനമായ ശരീരത്തിനെ ആർ വിടിവിക്കുമെന്ന് പൗലോസിനെ പോലെ നീ വിളിച്ചു പറയാൻ കഴിയണം. മലടിയ നീറോടെ കാലഘട്ടത്തിൽ ക്രൂരമായി ഉപദ്രവിക്കപ്പെട്ട് ശിക്ഷകളേറ്റ ക്രൈസ്തവ വിശ്വാസികൾ അന്ന് വിളിച്ചു പറഞ്ഞ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. അവർ നിലവിളിച്ച് അവർ രക്തം കൊടുത്ത് ജീവൻ കൊടുത്തു കേട്ടോ. രക്തസാക്ഷ്യമായി കർത്താവിന് വേണ്ടി എരിഞ്ഞടങ്ങി. അതാണ് ഇന്നത്തെ സുവിശേഷം. അതാണ് ഈ സുവിശേഷം വിളിച്ചു പറയുവാൻ എന്നെ നിന്നെ ശക്തനാക്കുന്നത്. അത് അവരുടെ ചോരയുടെ വില, അവരുടെ വിയർപ്പിന്റെ വില, അവർ കഠിനാധ്വാനത്തിന്റെ വില, അവർ നൊന്തു വേദനിച്ച അനുഭവങ്ങൾ എല്ലാം നമ്മൾ ചിന്തിക്കുക. അതിനേക്കാൾ ഉപരിയായി നാം ചിന്തിക്കുമ്പോൾ 2025 വർഷം മുമ്പ് മാനകുലത്തിന്റെ മുഴുവൻ പാപത്തിനു വേണ്ടിയിട്ട് സ്വർഗമഹിമകളിൽ വെടിഞ്ഞി ഭൂമിയിലേക്ക് വന്നവൻ. ഫിലിപ്പിലേഖനം 2:5 വായിക്കുമ്പോൾ കാണുന്നുണ്ട്, അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ ഒഴിച്ച് ഹല്ലേലൂയ പാപത്താൽ നിറയപ്പെട്ട് കിടക്കുന്ന ജനത്തിന്റെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു തലോടിന്റെ തലോടിന്റെ അർത്ഥമുള്ള കാൽവറിയിൽ ആ കുരിശിൽ കരിരുപാണിയാ തറയപ്പെട്ട് കിടക്കുമ്പോൾ, മുൾക്കിരിയുടെ ധാരിയായി കിടക്കുമ്പോൾ അവന്റെ ശരീരം ഒഴിവുചാര പോലെ കീറി കണ്ടാലൊരു മാംസപ്പിണ്ടം എന്ന പോലെ യേശു ക്രൂശിൽ കിടക്കുമ്പോൾ ചുറ്റി നിൽക്കുന്ന ജനം കള്ളനെന്നും കൊലപാതകം ദേശപുരെന്നും ചതിയനെന്നും ഒക്കെ വിളിച്ചിട്ടും നീ പലരെയും രക്ഷിച്ചില്ലേ, നീ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞ ജനം ആർപ്പിടുമ്പോഴും അവന്റെ മുഖത്ത് തുപ്പുമ്പോഴും അവന് കുടിക്കാൻ ചോർക്ക കൊടുക്കുമ്പോഴും നമ്മുടെ കർത്താവ് ക്രൂശിനോട് പറ്റിച്ചേർന്ന് നിന്നുകൊണ്ട് യേശു പറഞ്ഞു കാണുമായിരിക്കും, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിനെ ആർ വിടിവിക്കും. ഞാൻ യേശു പറഞ്ഞതായിട്ട് ഞാൻ എന്റെ ചിന്തയിൽ അങ്ങ് പറഞ്ഞതാ കേട്ടോ. റോമൻ ചക്രവർത്തി കാലഘട്ടത്തിൽ അന്നത്തെ ക്രൈസ്തവ ജനാംഗം വിളിച്ചു പറഞ്ഞു പൗലോസ് അത് ഉദ്ധരിക്കുമ്പോൾ നമ്മൾ യേശുവിന്റെ ക്രൂശ് മരണത്തെ നമ്മൾ ചിന്തിക്കണം. ക്രൂശിനോട് ചേർത്ത് കെട്ടിയിരിക്കുക. കൈകൾക്ക് സ്വാതന്ത്ര്യമില്ല, കാലുകൾക്ക് സ്വാതന്ത്ര്യമില്ല, ശരീരം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ക്രൂശിൽ കൊട്ടിയ വേദന അനുഭവിക്കുന്ന അവന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ഓരോ രക്തത്തിന്റെയും രക്തത്തിന്റെ ഫലമാണ് ദൈവസഭ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 അധ്യായം അതിന്റെ 11 വാക്യത്തിൽ പ്രവാചകൻ യേശുക്രിസ്തുവിന്റെ ജനനത്തിന് 700 വർഷങ്ങൾക്കും രേഖപ്പെടുത്തി അവൻ തന്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. അതേ ശ്രോതാവേ, ക്രൂശിൽ നമുക്ക് വേണ്ടി ഒഴുകപ്പെട്ട രക്തം ആദിമസഭ കടന്നുപോയ ക്രൂരമായ പീഡയുടെ അനുഭവത്തെ നീ തിരിച്ചറിയാതിരിക്കരുത് കേട്ടോ. നീ ഓരോ പാപം ചെയ്യുമ്പോഴും ഓരോ അകൃത്യം ചെയ്യുമ്പോഴും ദൈവവചനത്തെ നീ നിന്ദിക്കുമ്പോൾ, ദൈവനാമത്തെ ദുഷിക്കുമ്പോൾ, നിന്നെ വീണ്ടെടുത്ത കർത്താവിനെ നീ കർത്താവിന് പാപം ചെയ്യുമ്പോൾ നീ വീണ്ടും കർത്താവിന് ക്രൂശിക്കവന് ലോകോപവാദം വരുത്തുന്നവളാണ്. അതുകൊണ്ട് നീ ദൈവത്തിലേക്ക് മടങ്ങി ഒന്ന് മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. ഞാൻ ഈ വചനം വായിച്ചപ്പോഴേ എൻ്റെ ഹൃദയത്തിൽ ഒരുപാട് വേദന വന്നു കേട്ടോ, ഒരുപാട് സങ്കടം വന്നു. അപ്പൊ ഞാൻ കർത്താവോട് പറഞ്ഞു, കർത്താവേ എത്രയോ ക്രൈസ്തവ വിശ്വാസികൾ ഇന്നും നീറുടെ കാലഘട്ടത്തിൽ എന്നപോലെ ജീവൻ കൊടുക്കുന്നു. കർത്താവേ അവർക്കൊരു വിടല് കൊടുക്കണമേ എന്ന് ഞാൻ നിലവിളിച്ച് പ്രാർത്ഥിപ്പാൻ എൻ്റെ മനസ്സിൽ കഴിഞ്ഞു കേട്ടോ. രക്തം ചെയ്യും നിനക്കതിന് കഴിയുമോ ശ്രോതാവേ? ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ അവന്റെ കെട്ടുകളെ, ഈ ശവശരീരത്തിന് അവന്റെ കെട്ടുകളെ അഴിച്ചുവിടുവാൻ റോമൻ നിയമപ്രകാരം ആർക്കും അധികാരമില്ല, അവകാശമില്ല. ഹല്ലേലൂയ. നീറോയ്ക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ നീറോ ആ വഴി വരത്തില്ല. ഈ ജീവനുള്ള ഈ കുറ്റവാളിയുടെ ശരീരത്തിൽ മരിച്ച ശവത്തെ, ഈ പുഴുവരിക്കുന്ന ശരീരത്തെ മാറ്റുവാൻ നീറോ തയ്യാറായില്ല.
കൊടും ക്രൂരനായ അലരിയ രക്തദാഹിയായിരിക്കുന്ന ട്രാക്കുളയെ കുറിച്ചൊക്കെ വായിക്കുന്ന പോലെ അത്രമാത്രം രക്തം കുടിക്കുന്ന രക്തദാഹിയായിരുന്നു നീറോ ചക്രവർത്തി, ട്രാജൻ ചക്രവർത്തി, ഡൊമീഷ്യൻ ചക്രവർത്തി അടങ്ങിയ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പല ചക്രവർത്തിമാരും രക്തദാഹികളായിരുന്നു. ഹല്ലേലൂയ. ഇന്നും പല രാജ്യങ്ങൾക്കും ഇതുപോലെ രക്തദാഹികൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. നീറോയുടെ കാലഘട്ടത്തിൽ എന്നപോലെ ക്രൈസ്തവ ജനത്തിന്റെ രക്തം ഊറ്റി കുടിക്കുന്ന ആമീൻ അല്ലെങ്കിൽ ട്രാക്കുകളുടെ സ്വഭാവമുള്ള അനവധി നീറോമാർ എഴുന്നേറ്റുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നീ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം, പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. ഈ ലോകത്തിന്റെ രക്ഷകൻ, ഏക രക്ഷകൻ, ഈ ലോകത്തിൽ ഏക രക്ഷാമാർഗം യേശുക്രിസ്തു മാത്രമാണ്. അതിനപ്പുറത്തും രക്ഷാമാർഗമില്ല. ഏക സത്യ ദൈവം യേശു മാത്രമാണ്. അതിനപ്പുറത്തും സത്യ ദൈവമില്ല. ഈ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചവൻ, അനന്ത ഘടാകത്തെ നിർമ്മിച്ചവൻ, അഖിലാണ്ടത്തിനുടയവൻ, എന്നെ കേൾക്കുന്ന കേരളത്തിലെ ജനമേ, എന്നെ കേൾക്കുന്ന ഭാരതത്തിലെ ജനമേ, ലോകരാജ്യങ്ങൾ 7 ഭൂഖണ്ഡങ്ങളും വസിക്കുന്ന ജനമേ, ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്ന ശക്തമായ എന്താണ്? ആമേൻ. നമുക്ക് വേണ്ടി ജീവൻ കൊടുത്ത് വലിയാടായി മാറിയ ആയിരങ്ങൾ നമുക്ക് ചുറ്റും സാക്ഷ്യമായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നിനക്ക് ലഭിച്ച വിശുദ്ധ ജീവിതത്തെ നീ അതിനെ നിലത്തിട്ട് ചവിട്ടി നിൽക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ കർത്താവോട് ചേർന്ന് നിൽക്കണം കേട്ടോ. അവരുടെ ക്രൂസിലെ മരണത്തോട് പങ്കാളിയായി മാറാം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പൗലൂസ് പറയുകയാണ്. ഹല്ലേലൂയ. അപ്പം പൗലൂസ് തന്റെ ജീവിതത്തിൽ തന്റെ ജഡത്തിൽ വാഴുന്ന പാപപ്രമാണത്തെ പൗലൂസ് ചൂണ്ടിക്കാണിക്കുക. എന്നിട്ട് പറയും, പത്രോസിനും പൗലോസിനും ആ തങ്ങളുടെ ജഡത്തിൽ വാഴുന്ന പാപത്തിന്റെ പ്രമാണത്തെ നീക്കുവാൻ കഴിയാതെ വന്നെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഞാൻ നിങ്ങൾ എത്രമാത്രം ദൈവസനി വിശുദ്ധ ജീവിതം നയിക്കണം. പാപത്തിന്റെ പ്രമാണം, പാപത്തിന്റെ ആസക്തി എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ പാപത്തിന് വശങ്കരമായി മാറാതെ, പാപത്തിന് അധീനമായി മാറാതെ, ഹല്ലേലൂയ, നീ ആ പാപത്തിന് പുറത്തുവിനും പാപത്തിന് മോചനം പ്രാപിച്ചൊരു വിശുദ്ധ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദൈവത്തിന്റെ വചനം നമുക്ക് എഴുതി തന്നിരിക്കുന്നത് കേട്ടോ. രക്തം ചെയ്യുന്നു. നീ ആരാധന മുടക്കി വീട്ടിലിരിക്കുക. ഓരോ കള്ള ഉപാധി പറഞ്ഞ്, കള്ളക്കാര്യം പറഞ്ഞ് നീ ആരാധനയ്ക്ക് വരാതെ, സഭയ്ക്കകത്ത് വരാതെ, നീ അവിടെ എവിടെയും ചുറ്റി നടക്കുക. സ്വന്തം സഭയിൽ വരാതെ പല സഭകളും ദൂരം കയറി നടക്കുന്ന ചിലർ പറയട്ടെ, ലവിയ നീ ചെയ്യുന്ന ക്രൂരത. എനിക്ക് ചിലരെ അറിയാം. ചില സഭയിൽ വരുന്നത് അവർ മക്കളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ അപ്പനും അമ്മയും ആലോചിക്കുന്ന വിവാഹമില്ല മക്കൾ നടത്തുന്നത്. എവിടെന്നെങ്കിലും മക്കളെ വിളിച്ചുകൊണ്ടിരും. ഈ 10ാം ക്ലാസ് കഴിഞ്ഞ വഴി ഈ നേരത്തെ പ്രേമം തുടങ്ങും. 10ാം ക്ലാസ് കഴിയുമ്പോൾ വിളിച്ചുകൊണ്ടിരിക്കും. പിന്നെ പ്രായമാകാത്തതുകൊണ്ട് +2 വരെ കാത്തിരിക്കും. ഈ +2 കഴിഞ്ഞാൽ ഉടനെ പിന്നെ വിളിച്ചുകൊണ്ടെങ്കിൽ പോരുക. വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അപമാനം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ മാതാപിതാക്കൾ കൂടിപ്പോകുന്ന സഭയിലെ പാസ്റ്റേഴ്സിന് ചുറ്റും അല്ലേരിയ പാമ്പ് ചുറ്റുന്ന പോലെ മാതാപിതാക്കളെ ചുറ്റും ഈ പാസ്റ്റർ എന്തിനാ? അയ്യോ, ഞങ്ങളുടെ മോനൊരുത്തെ വിളിച്ചുകൊണ്ട് വന്ന് അവനെ എങ്ങനെയെങ്കിലും പാസ്റ്റർ കെട്ടിക്കണം, അല്ലെങ്കിൽ അവളെ കൂടെ കെട്ടിക്കണം, അല്ലെ ഞങ്ങൾക്ക് നാണം കേടാ. അതിനു വേണ്ടിയിട്ട് പല മാതാപിതാക്കളും സഭയിൽ വരുന്നത് കേട്ടോ. ഞാൻ തെളിവ് തരാം. പല മാതാപിതാക്കളും വരുന്നത് വിളിച്ചുകൊണ്ട് പെണ്ണുങ്ങളെ കെട്ടിച്ച് കുടുംബത്തിന് അപമാനം മാറ്റാൻ വേണ്ടി പലരും സഭയിൽ വരുന്നത്. പലരും പിന്നെ വരുന്ന സഭയിൽ രണ്ടാമത്തെ കാര്യത്തിനറിയോ, അവർ മരിക്കുമ്പോഴടക്കണം. മരിച്ച കുഴിച്ചിടാൻ സ്ഥലം പെടല്ലേ. കാരണം പള്ളി വിട്ട് പ്രമാണം വിട്ടൊക്കെ പോകുന്നതല്ലേ. അതുകൊണ്ട് പലരും പറയും, ഞങ്ങളെല്ലാം വിട്ടു പോകുന്നത്, ഞങ്ങൾക്ക് മരിച്ച അടക്കം ഒരു സ്ഥലം വേണം. അതുകൊണ്ട് ഞങ്ങൾ സഭയിൽ കൂടി നിൽക്കുക. അപ്പോൾ ഒന്ന് മക്കൾ വിളിച്ചുകൊണ്ടിരുന്നത് പെണ്ണെ കെട്ടിക്കാൻ 2 ശവടക്കിന്. പിന്നെ ഒരു സഭയിൽ വരത്തില്ല. പിന്നെ ഒരാഴ്ച ഈ സഭയിലാണ്, വേറെ സഭയിലാണ്. അങ്ങനെ 4 ഉണ്ടെങ്കിൽ ആ ഒരാഴ്ച ഈ കെട്ടിച്ച സഭയിലും ഈ അടക്കുന്ന സഭയിലും വരും. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ സഭ അതാകട്ടോ. അങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ചെറ്റ കടിച്ച് നടക്കുന്ന ആടുകളെ പോലെ ലേരിയ പല ആളുകളെ ഇങ്ങനെ അവിടെയും കടിച്ച് ഇവിടെയും കടിച്ച് ഇങ്ങനെ നടക്കുന്ന അനവധി വിശ്വാസികളുണ്ട്. അങ്ങനെയുള്ള ആളുകളെ പറയട്ടെ, നിന്റെ ജീവിതത്തിനകത്ത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ വില നീ അറിഞ്ഞിട്ടില്ല. ഈ ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്ന വിശുദ്ധ ജീവിതത്തെ, ഈ സുവിശേഷം ഇന്ന് രോഗംപാട് ആളി കത്തുന്നുണ്ടെങ്കിൽ അതിന് വില കൊടുത്തവരെ കുറിച്ച് നിനക്കറിയാത്തത് കൊണ്ടാണ് ഇന്നും നിന്റെ ശരീരത്തിൽ വ്യാപരിക്കുന്ന പാപത്തിന്റെ പ്രമാണത്തെ ആദ്യം നിന്നെ ലോകത്തിന്റെ പാപങ്ങളിലേക്ക് തള്ളിക്കൊണ്ടു പോകുന്നത്. നീ കല്യാണത്തിന് പോകുന്നത് ഞായറാഴ്ച ആരാധന മുടക്കി,
ടൂറ് പോകുന്നത്, ജോലിക്ക് പോകുന്നതൊക്കെ പാപത്തിന്റെ പ്രമാണം. അയ്യോ, ജോലിക്ക് ചെന്നില്ല, നാളെ കിട്ടത്തില്ല. നീ ജോലിക്ക് കയറുമ്പം പറയണം, എനിക്ക് ഞായറാഴ്ച ആരാധനയുണ്ട്, ഞാൻ ഉച്ച കഴിഞ്ഞ് സംബന്ധിക്കണം. അല്ലെങ്കിൽ ഞങ്ങളവിടുത്തെ ജോലിക്ക് പോയാൽ മതിയെന്ന്. അപ്പം പറയും, പാസ്റ്റർ ചെലവിനെ ഞാനല്ല, മുമ്പ് വിശുദ്ധന്മാരൊക്കെ ഇതേ വാരിയിലൂടെ കടന്നുപോയത്. അല്ലാതെ ദൈവത്തെയും ലോകത്തെയും കൂടെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല സഹോദര സഹോദരി. ആമീൻ. ദൈവത്തെയും ഈ ലോകത്തെയും കൂടെ പ്രസാദിപ്പിക്കാൻ ഒരിക്കലും കഴിയത്തില്ല. അതുകൊണ്ടാണ് യേശു തന്റെ ഗിരിപ്രഭാഷണത്തിലൂടെ പറഞ്ഞതും ദൈവത്തെയും മാമോനെയും കൂടെ സേവിക്കാൻ പറ്റത്തില്ല, ലോകത്തെയും. ആമീൻ. ലോകത്തിലുള്ളതിനെ സ്നേഹിക്കരുത്. അപ്പൊ നീ ദൈവത്തിന് വേണ്ടി നിൽക്കുകയാണെങ്കിൽ ഇരുതോണി കാലുവെക്കാതെ കർത്താവിന് വേണ്ടി നിൽക്കണം. അതുകൊണ്ടാണ് ആദിമസഭയുടെ കാലഘട്ടത്തിൽ ഇത്രമാത്രം കൊടും ക്രൂരത, കൊടും പീഡനം അഴിച്ചുവിട്ടപ്പോഴും ആമീൻ ശവം ശരീരത്തോട് ചേർത്ത് ചുറ്റി ആ ശവം ചീഞ്ഞിറങ്ങി ശരീരത്തിൽ നിന്ന്, ശവത്തിൽ നിന്ന് പുഴുജീവനുള്ള കുറ്റവാളിയായി ചിത്രീകരിച്ച മനുഷ്യന്റെ ശരീരം കുത്തിത്തുളച്ച് ചെന്നപ്പോഴും അവർ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞില്ല, അവർ യേശുവിനെ തള്ളിപ്പറഞ്ഞില്ല. അവർ വിശ്വാസത്തിന് വേണ്ടി വില കൊടുത്തു തോന്നു. മരണമെങ്കിൽ മരണം. ആ ശവശരീരത്തെ ചേർത്ത് വിളിച്ചുകൊണ്ട് അവർ പറഞ്ഞു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ഈ മരണത്തിന് അധീനമായ ശരീരത്തിനെ ആർ പിടിവിക്കും? കഷ്ടം വരും ശ്രോതാവേ, സങ്കടം വരും, നിന്ദകൾ വരും, അപമാനം വരും, ഒറ്റപ്പെടുത്തൽ വരും. അതിന്റെ നടുവിൽ നീ പാതറി പോകരുത്. അതുപോലെ ശരീരത്തിൽ രോഗങ്ങൾ വരുമ്പോൾ, കഷ്ടത വരുമ്പോൾ, പ്രതികൂല ബലഹീനതയിലേക്ക് നീ എത്തുമ്പോൾ, എന്നെ കേൾക്കുന്ന മാതാവേ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ആമേൻ, ക്രിസ്തുവിനെ തള്ളി പറയരുത്. ഈ വചനം നിന്റെ ഉള്ളിൽ നിന്ന് മാറിപ്പോകരുത്. പൗലോസിന്റെ നിലവിളി പോലെ നിനക്ക് നിലവിളിക്കാൻ കഴിയണം. രക്തം ചെയ്യും, ഹല്ലേലൂയ, രക്തം ചെയ്യും. ഈ വചനത്തെ നമ്മൾ തിരിച്ചറിയണം. അപ്പം പൗലോസ് പറഞ്ഞു, അവർ കൂടി കഴിഞ്ഞ് പിന്നെ നമ്മൾ എത്ര ശക്തനായിരിക്കണം. എന്നാൽ അവൻ വിടുതൽ പ്രാപിക്കാൻ വേണ്ടി കർത്താവിനെ അഭയം പ്രാപിച്ച് മതിയാകൂ എന്ന് ഒരു വിധത്തിൽ പൗലോസ് പറയുക. കർത്താവിനെ ഈ മരണത്തിന് അധീനമായ, ഈ പാപത്തിന്റെ പ്രമാണത്തിന് അധീനമായ ശരീരത്തിൽ വിടുതൽ പ്രാപിക്കുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂന്ന് പൗലോസ് ഉറക്കെ നിരൂപിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നരെ, അതുകൊണ്ട് പൗലോസ് ചെയ്യുന്നുണ്ട്, ആ പാപികളിൽ ഞാൻ ഒന്നാമനെന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് നിലവിളിക്കുന്നതായിട്ട് ആമേൻ 1 തിമോഥെയോസ് ലേഖനം 1:15 കാണാൻ കഴിയും. ഹല്ലേലൂയ. ഇവിടെ അരിഷ്ട മനുഷ്യൻ എന്ന് ആമേൻ പറയുവാനും പൗലോസ് ലജ്ജിക്കുന്നില്ല. പൗലോസ് ഞാൻ അരിഷ്ട മനുഷ്യനാണെന്ന് പറയാനും ലജ്ജിക്കുന്നില്ല. അത് നമ്മുടെ വിശ്വാസത്തിന്റെ തീഷ്ണത എത്ര വലുതാ. ഇന്ന് പകൽ നീ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം വേർതിരിച്ചിട്ടും കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി നിന്നെ തന്നെ സമർപ്പിച്ചിട്ടും നീ വിശുദ്ധ ജീവിതം നയിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. പാപത്തിന്റെ പ്രമാണം നിന്റെ ശരീരത്തിൽ ഉണ്ടോ? പാപത്തിന്റെ പ്രമാണത്തിന് അധീനമായിട്ടാണ് പോകുന്ന വേദപുസ്തകം 613 ന്യായപ്രമാണത്തിന്റെ നിയമങ്ങളും അനുസരിച്ച് ജീവിച്ച പൗലോസിന്റെ ജഡത്തിൽ ഈ പാപത്തിന്റെ പ്രമാണം വസിക്കുന്നെങ്കിൽ നീ എത്രമാത്രം അല്ലെങ്കിൽ നിന്റെ ശരീരത്തിൽ, നിന്റെ ജീവിതത്തിൽ, നിന്റെ മനസ്സിൽ, നിന്റെ ഹൃദയത്തിൽ എത്രമാത്രം പാപത്തിന്റെ പ്രമാണം വസിക്കുന്നു. ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത് ഒരു പലകയിൽ എഴുതിയ ബോർഡ് പോലെ ആകരുത്, ചുമരിൽ എഴുതി വെച്ച പരസ്യം പോലെ ആകരുത്. ഇന്ന് പല ആളുകളിലും ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത് ചുമരിന്മേൽ പതിച്ച പോസ്റ്റർ പോരാ, ചെവില് ഫ്ലെക്സ് ഒക്കെ അടിച്ചു വെക്കുന്നത് പോലെ പലരുടെയും വിശ്വാസം അവരിങ്ങനെ പ്രദർശിപ്പിച്ചു, ഞങ്ങൾ ക്രിസ്ത്യാനിയാ. എന്താണ് സഹോദര ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ, ക്രിസ്തുവിനെ വേണ്ടി വേർതിരിക്കപ്പെട്ടവൻ, ക്രിസ്തുവിനെ പിന്തുടരുന്നത്. അതുകൊണ്ട് യേശു പറഞ്ഞു, എന്നെ ഒരുത്തൻ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് യേശു തന്നെ പറഞ്ഞതും ക്രിസ്ത്യാനി എന്ന പേര് നിനക്കുണ്ടെങ്കിൽ, നീ ക്രിസ്ത്യാനിയാണെങ്കിൽ, നീ ക്രിസ്ത്യാനിയായിട്ട് നീ അഭിമാനിക്കുന്നുണ്ടെങ്കിൽ, ചുമരിൽ എഴുതി വെച്ച ബോർഡ് പോലെ, ചുമരിൽ എഴുതി വെച്ച പോസ്റ്റ് പോലെ, മരത്തിൽ കെട്ടി തൂക്കിയിട്ട് ഫ്ലെക്സ് പോലെ നിന്റെ ക്രൈസ്തവ വിശ്വാസമാകരുത്. അല്ലെങ്കിൽ അത് ക്രിസ്ത്യാനിയായിരിക്കണം. നീയോടെ കാലഘട്ടത്തിൽ വില കൊടുത്തവരുണ്ട്, ക്രൂശിൽ യേശു വില കൊടുത്തു. അവരൊക്കെ പറഞ്ഞു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. നിനക്ക് ആ ഒരു വിശ്വാസത്തിൽ വരാൻ കഴിയുമോ? ഇന്നെല്ലാം ഇന്ന് ചുമരെഴുതി വെച്ച ക്രൈസ്തവ വിശ്വാസമാണ്.
വില കൊടുക്കാൻ ആരും തയ്യാറല്ല. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുകയാണ്, റോമാലേഖനം റോമാലേഖനം 7-ാം അധ്യായത്തേക്ക് വായിക്കുമ്പോൾ അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ യേശു ക്രിസ്തു പറഞ്ഞ ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 36-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നത്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ സാക്ഷാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരായിത്തീരും. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ഹല്ലേലൂയ. അത് കർത്താവ് യേശു ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് സ്വതന്ത്രരായി ജീവിക്കാൻ കഴിയുള്ളൂ. ഈ ലോകത്തിന്റെ പ്രമാണങ്ങൾക്കോ നിയമങ്ങൾക്കോ ലോകത്തിന്റെ സംവിധാനങ്ങൾക്കോ ലോകത്തിന്റെ ചട്ടക്കൂട്ടുകൾക്കോ ലോകം കണ്ടുപിടിച്ച യാതൊരു പ്രമാണങ്ങൾക്കോ മനുഷ്യൻ എഴുതിക്കൂട്ടിയ പ്രമാണങ്ങളിലൂടെയോ നമുക്ക് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ കഴിയില്ല. സോദാവേ, നമുക്കുള്ള സ്വാതന്ത്ര്യം പുത്രൻ സ്വാതന്ത്ര്യം വരുത്തിയാൽ, യേശു സ്വാതന്ത്ര്യം വരുത്തിയാൽ എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുമായുള്ള യേശുവിന്റെ സംവാദമാണ് ഈ വചനഭാഗത്ത് കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 1 തൊട്ട് വാക്യം, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അവനവരോട്, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതി, ആർക്കും ഒരു നാളും ദാസന്മാരായിരുന്നിട്ടില്ല. നിങ്ങൾ സ്വതന്ത്രന്മാരാകുമെന്ന് നീ പറയുന്നത് എങ്ങനെയെന്ന് ഉത്തരം പറഞ്ഞു. അത് യേശു, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവരെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുകയില്ല, പുത്രനോ എന്നേക്കും വസിക്കുവാൻ. യഹൂദന്മാരുടെ വലിയ സംവാദമാണ് എന്ന് പറഞ്ഞാൽ, യഹൂദൻ ഞങ്ങൾ ആർക്കും ഒരു നാളും അടിമകളായിരുന്നില്ല, ദാസന്മാരായിരുന്നിട്ടില്ല എന്ന് ഇവർ പറയുക. വിശ്വസ യഹൂദന്മാരുടെ യേശു പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ പ്രഭാഷണം തുടരുക. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് അംഗീകരിച്ചു എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. അല്ലാതെ വിശ്വസിച്ച് ആശ്രയിച്ചു എന്നല്ല. നിങ്ങൾ സത്യത്തിൽ ആശ്രയിക്കുന്നവരായിരുന്നാൽ സത്യമാകുന്ന ദൈവം നിങ്ങളെ സ്വതന്ത്രമാക്കുമെന്നാണ്. അപ്പൊ നിങ്ങൾ സത്യത്തിൽ ആശ്രയിക്കണം. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, വചനത്തിൽ വിശ്വസിക്കുമ്പോൾ, സത്യത്തിന് വേണ്ടി നിലകൊടുക്കുമ്പോൾ യഥാർത്ഥ ക്രൈസ്തവ ജീവിതത്തിന്റെ അനുഭവം എന്ത്, ക്രൂശിൽ എന്താണ് കർത്താവ് ചെയ്തത്, ആദിമസഭ എന്താണ്, അപ്പോസ്തലന്മാരടക്കം കർത്താവിന് വേണ്ടി വില കൊടുത്തത് നീ അനുഭവിച്ചറിയുമ്പോഴാണ് നിനക്ക് സ്വാതന്ത്ര്യം തരുവാൻ കഴിയുന്ന യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ, നിനക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. ഇവിടെ നിനക്ക് ഒരുപാട് പ്രമാണങ്ങളും പ്രമാണത്തിന് ചിന്താഗതി ഒരുപാട് പഠിപ്പിക്കലുകളും കാണും. പക്ഷേ പാപത്തിന്റെ പ്രമാണത്തിൽ ജീവിക്കുന്ന സ്വഭാവം കേൾക്കുന്ന സഹോദര സഹോദരി, നിനക്ക് പാപത്തിന് മോചനം പ്രാപിക്കുവാൻ യേശുക്രിസ്തുവിൽ മാത്രമേ കഴിയുള്ളൂ. രക്തം ചെയ്യും. പ്രൈസലോ. അപ്പൊ പാപത്തിന് വിടുതൽ എങ്ങനെ? യേശുക്രിസ്തുവിൽ മാത്രമേ കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് കർമ്മ സ്തോത്രം വലിയ ചില സ്തോത്രം ഞങ്ങൾക്ക് അല്ലുരിയ സ്തോത്രം. അതുപോലെ തന്നെ ഈ ജീവനുള്ള മനുഷ്യന്റെ ശവം കെട്ടിവെച്ചതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തോട് കൂട്ടി കെട്ടിവെച്ചിരിക്കുന്ന പാപത്തിന്റെ പ്രമാണത്തെ നീ അഴിച്ചു കളയണം. അല്ലുരിയ. ആ പാപത്തിന്റെ കെട്ടുകളെ നീ വിട്ട് അല്ലുരിയ അരിഷ്ടമായ ജീവിതം നയിക്കുന്നവരുടെ ഇടയിൽ നിന്ന് നീ വിടുവിക്കപ്പെടണം. ഹല്ലേലൂയ. സ്തോത്രം. പാപത്തിന്റെ പ്രമാണത്തെ നിന്റെ ശരീരത്തിൽ കെട്ടിവെച്ചിരിക്കുന്ന പാപത്തിന്റെ പ്രമാണം നിന്റെ ഉള്ളിൽ വസിക്കുന്നിടത്തോളം കാലം നീ അരിഷ്ട മനുഷ്യനാ. പ്രൈസലോ. ഇന്ന് പലരുടെയും ജീവിതത്തിൽ പാപത്തിന്റെ പ്രമാണം, പാപത്തിന്റെ കെട്ടുകൾ കെട്ടിവെച്ച് അത് ചുറ്റിക്കൊണ്ട് പലരും നടക്കുന്നത്. ഹല്ലേലൂയ. മോചനം പ്രാപിക്കാൻ കഴിയത്തില്ല. പാപം ചെയ്തിട്ടേ മാനസാന്തരമില്ലാതെ നീ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ടും കർമ്മം കൊണ്ടും നിനക്ക് മോചനമില്ല കേട്ടോ. പലരും പാപം ചെയ്യും. പാപം ചെയ്തിട്ട് ഭയങ്കര കർമ്മം ചെയ്യുക. ഹല്ലേലൂയ. സ്തോത്രം. ഞാനൊരു ഉദാഹരണം പറയാം. ഹല്ലേലൂയ. ഒരു വീട്ടിൽ വാട്ടർ കണക്ഷൻ കിട്ടി. ഒരു വീട്ടിൽ വാട്ടർ കണക്ഷൻ കിട്ടിക്കഴിഞ്ഞപ്പം ഹല്ലേലൂയ മാസം 100-100 രൂപ അടച്ചാൽ മതി. ആ വീട്ടിൽ 5-6 വീട്ടുകാർ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. അല്ലെങ്കിൽ 3 വീട്ടുകാർ വാടകയ്ക്കും, കുറെ ബംഗാളികളിലും 10-40 പേരവിടെ താമസിക്കുന്നുണ്ട്. അപ്പൊ ഈ വെള്ളം കിട്ടിയ ഉടനെ ഈ വീട്ടുടേയും പറയാ, വെള്ളം എടുക്കണമെങ്കിൽ പൈസ വേണം. വീട് വാടകയ്ക്ക് കൊടുക്കുന്നവൻ അല്ലേലൂയ വെള്ളം കൊടുക്കണം. വെള്ളം അവർക്ക് എത്തിച്ചു കൊടുക്കണം. വാട്ടർ കണക്ഷൻ ഞങ്ങൾക്ക് പൈസ വേണം എന്ന് പറഞ്ഞാൽ 125 രൂപയുടെ വീതം കൊടുക്കണമെന്നാണ്.
മലേറിയ എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു, അവരവിടെ ടാപ്പ് പൂട്ടി വെച്ചേക്കും. ഞാൻ പോയി പൊക്കി നോക്കി, ഇപ്പം ടാപ്പ് ഇങ്ങനെ പൂട്ടി വെച്ചാൽ വെള്ളം അടക്കാൻ പറ്റത്തില്ല, വെക്കുന്ന പൈസ കാരണം. എന്നിട്ട് ഇത്രമാത്രം പാപത്തിന്റെ പ്രമാണം, അത്യാഗ്രഹം, ദുരാഗ്രഹം, ദിവ്യാഗ്രഹം അവൻ വെച്ചുകൊണ്ടിരിക്കുന്ന ഈ സഹോദരി 24 മണിക്കൂറും പ്രാർത്ഥനയാണ്. പാപത്തിന്റെ പ്രമാണം ചരി ഭക്തി ഞാൻ പറയുന്നില്ല. അല്ലേ അവർ ചെയ്യുന്ന കർമ്മങ്ങളിലൂടെ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്ത് നിങ്ങളൊക്കെ ചെയ്തു, നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥന എത്തിച്ചുകൊണ്ടിരിക്കുക. നീ എന്ത് പ്രാർത്ഥന എത്തിച്ചാലും പാപത്തിന്റെ പ്രമാണം നിന്റെ ശരീരത്തിനകത്ത് ചുറ്റിക്കെട്ടി ദിവ്യാഗ്രഹം, അത്യാഗ്രഹം, ദുരാഗ്രഹവും നിന്റെ ശരീരത്തിൽ കെട്ടിവെച്ചിട്ട് നിന്റെ കെട്ടിടത്തിനകത്ത് താമസിക്കുന്നവർക്ക് നീ വെള്ളം കൊടുക്കാതെ അവരെ ഞെക്കിപ്പിഴിഞ്ഞ് പണം പിരിച്ചിട്ട് നീ വീണ്ടും നീ വിശുദ്ധയാണെന്ന് നടിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് ദൈവം വെച്ചിട്ട് ന്യായവിധി കേട്ടോ. പ്രൈസലോ, ദൈവം നിനക്ക് ന്യായവിധി വെച്ചിട്ടുണ്ടെന്നാണ്. അല്ലേലിയ വേദപുസ്തകം അങ്ങനെയൊക്കെയാണ് ശ്രോതാവ് പഠിപ്പിക്കുന്നത്. അല്ലേലിയ അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, അവൻ പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ, യേശു നിനക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നീ സാക്ഷാ സ്വതന്ത്രം. യേശു നിനക്ക് സ്വാതന്ത്ര്യം വരുത്താത്തിടത്തോളം കാലം പാപത്തിന്റെ പ്രമാണം നിന്റെ ഉള്ളിലുള്ളത് കൊണ്ട് അതിന്റെ ആസക്തി നിന്നോട് തന്നെയാ. നിന്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള ചിന്താഗതികൾ കടന്നു വരും. അതുകൊണ്ടാണ് നിനക്ക് മോഹങ്ങൾ ജനിക്കുന്നത്. മോഹങ്ങൾ ജനിക്കും. ആ മോഹങ്ങൾ നിന്റെ ഉള്ളിൽ ഗർഭം ധരിക്കും. അല്ലേലിയ. അത് വളർന്ന് എന്ത് ചെയ്യും? പാപത്തെ നീ പ്രസവിക്കുമെന്ന് യാക്കോബിന്റെ ലേഖനം 1:15-16 വായിച്ച് നിനക്ക് കാണാൻ കഴിയും. ഞാൻ ഇപ്പോഴും വാക്യം പറയാറുണ്ട്. നീ മാനസാന്തരം മടങ്ങുകയാണ്. കണ്ടാലും ഭയങ്കര ഭക്തനാ. എന്നും ഭക്തന്റെ അനുഭവം ഭയങ്കര ഭക്തയാന്നേ. പക്ഷെ അർത്ഥ കൈക്ക് ഉപ്പ് തേക്കാത്ത ആളുകള്, ദിവ്യാഗ്രഹം, അത്യാഗ്രഹം, ദുരാഗ്രഹം. അല്ലേലിയ. എന്താണ് നീ ഇവിടെ എങ്ങനെ നീ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഈ പാപത്തിന്റെ പ്രമാണം നിന്റെ ശരീരത്തിൽ കെട്ടി ചൂറ്റി വെച്ചോട്ടെ എന്ന് പറഞ്ഞാൽ, ഈ റോമൻ അധികാരികൾ ഈ കുറ്റവാളിയായി ചിത്രീകരിക്കുക മനുഷ്യന്റെ ശരീരത്തിൽ ഈ ചത്തുപോയ മനുഷ്യനെ കെട്ടി ചുറ്റി വെച്ചിരിക്കുന്ന പോലെ നിന്റെ ശരീരത്തിൽ ഒരുപാട് പാപത്തിന്റെ പ്രമാണത്തെ വരിഞ്ഞു ചുറ്റി വെച്ച് നടന്നിട്ട് ഈ ഭക്തിയുടെ വേഷം ധരിച്ച് നടക്കുക. അല്ലേലിയ. ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് നീ മാനസാന്തരമായിട്ട് മടങ്ങി വരണം കേട്ടോ. മാനസാന്തരമായിട്ട് മടങ്ങിയാണ് എന്നെ ദൈവം നിന്നെ അടിക്കും. അല്ലേലിയ. സ്വതന്ത്രം. പ്രൈസലോ. അല്ലേലിയ. വചനമുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ യേശു പറയുകയാണ്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. നിങ്ങൾ അബ്രഹാമിന്റെ സന്തതി എന്ന് ഞാൻ അറിയുന്നു, എങ്കിലും എന്റെ വചനത്തിന് നിങ്ങളിൽ ഇടമില്ലായകൊണ്ട് നിങ്ങൾ എന്നെ കൊല്ലുവാൻ നോക്കുന്നു. യേശു പറയാം, നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയാണെന്ന് ഞാൻ അറിയുന്നു, പക്ഷെ എങ്കിലും എന്റെ വചനം നിങ്ങളിൽ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ എന്നെ കൊല്ലുവാൻ ആഗ്രഹിക്കുന്നു. ശരിയല്ലേ? ആ കാലഘട്ടത്തിൽ യേശുവിനെ കൊല്ലുവാൻ വേണ്ടി ഒരു കൂട്ടം ജനം, യഹൂദന്മാർ യേശുവിനെ കൊല്ലുവാന്നൊക്കെ കാരണം യേശു സത്യത്തിന്റെ വചനം വിളിച്ചു പറയുമ്പോൾ അവർ പറയാണ്, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതിയാണ്, ഞങ്ങൾ ആർക്കും ഇതുവരെ ദാസന്മാരായിട്ട് ഇരുന്നിട്ടില്ല, പിന്നെ നീ ഞങ്ങൾ അല്ലെങ്കിൽ സ്വതന്ത്രരാകുമെന്ന് പറയുന്നത് എങ്ങനെ? ലേരിയ. നിങ്ങൾ അപ്പോഴാണ് യേശു, നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയാ സഹോദര. പക്ഷെ എന്റെ വചനത്തിന്റെ ഉള്ളിലില്ല. അല്ലേലിയ. അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ കൊല്ലുവാൻ നോക്കുന്നത്. അതുകൊണ്ട് ഇത് യഹൂദന്മാർ യേശുവിനെ കൊല്ലാൻ നോക്കും. ഇത് തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിലും പറയുന്നത്. അല്ലേലിയ. പലരും പാപത്തിന്റെ പ്രമാണത്തിന് അടിമപ്പെട്ട് കിടന്നിട്ട് അവർ ചെയ്തു കൂട്ടുന്ന ക്രൂരമായ പ്രവൃത്തികൾ യാതൊരു തത്വജ്ഞാനവും നിങ്ങളെ വിടിവിക്കുവാൻ സാധിക്കില്ല. ഒരു തത്വജ്ഞാനത്തിനും ഒരു പണ്ഡിതനും വാഗ്മിക്കും ലോകപ്രകാരമുള്ള ഒരു മതങ്ങൾക്കും മത നിയമങ്ങൾക്കും നിന്നെ പാപത്തിന്റെ പ്രമാണത്തിൽ വിടിവിക്കാൻ കഴിയില്ലെന്ന്. ഒരു പാപത്തിന്റെ പ്രമാണത്തിൽ നിന്ന് നിന്നെ വിടിവിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് യാതൊരു തത്വജ്ഞാനവും നിങ്ങളെ വിടിവിക്കാൻ സാധ്യമില്ല. യാതൊരു സിദ്ധാന്തവും യാതൊരു പ്രസംഗവും നിങ്ങൾക്കുള്ളിൽ ഒരു മാറ്റത്തെയും കൊണ്ടുവരികയില്ല. എന്തെല്ലാം പ്രസംഗം കേട്ടാലും, എന്തെല്ലാം നിങ്ങൾ ശ്രമിച്ചാലും, നിങ്ങൾ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്താലും, എന്തെല്ലാം ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്താലും, എന്തെല്ലാം ശരീരത്തെ ദണ്ഡിപ്പിച്ചാലും, എന്തെല്ലാം തീർത്ഥയാട്ടങ്ങൾ നടത്തിയാലും, എത്ര പുണ്യവേഷം നീ ധരിച്ചെന്ന് പറഞ്ഞാലും, അല്ലേലിയ, പാപത്തിന്റെ പ്രമാണം നിന്റെ ഉള്ളിലുള്ളിടത്തോളം കാലം, അല്ലേലിയ, നീ അരിഷ്ട മനുഷ്യനാ.
നീ അരിഷ്ട മനുഷ്യനാ. അതുകൊണ്ട് നിന്റെ ശരീരത്തിൽ വ്യാപരിക്കുന്ന പാപത്തിന്റെ പ്രമാണത്തെ നീക്കിക്കളഞ്ഞിട്ട് കർത്താവായ യേശു ക്രിസ്തുവിന് സ്വതന്ത്രമായി മാറണം. അവന്റെ വചനം നിന്റെ ഉള്ളിൽ വസിക്കണം. രക്തം ചെയ്യും. പൗലോസ് പറഞ്ഞതുപോലെ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിനെ ആർ വിടിപ്പിക്കും. ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന ശ്രോതാവേ, സഹോദര സൗരി, നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, ഇവിടെ വചനം പറയുകയാണ്, ഹല്ലേലൂയ, നിങ്ങളെ ഉണ്ടാക്കിയവന് നിങ്ങൾക്ക് വേണ്ടി ജീവനോ മറുവിലയായി തന്നവനും മാത്രമേ നിങ്ങളെ രക്ഷിപ്പാൻ കഴിയുള്ളൂ. നിങ്ങളെ സൃഷ്ടിച്ചവൻ, നിങ്ങളെ ഉണ്ടാക്കിയവൻ, നിങ്ങളെ നിർമ്മിച്ചവൻ, ഹല്ലേലൂയ, അവനും മാത്രമേ, യേശുവിനും മാത്രമേ പാപം നിറഞ്ഞ പാപത്തിന് അധീനമായി ശരീരത്തിനെ വിടുവിക്കുവാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ലോകത്തിൽ ജനിച്ചവൻ, പാപമില്ലാത്ത വിശുദ്ധനായ ഒരാൾ ഉണ്ടെങ്കിൽ അവൻ യേശു ക്രിസ്തു മാത്രമായി. ഈ ലോകത്തിൽ ജനിച്ചവനിൽ പാപമില്ലാത്തവനായി ജനിച്ച ഒരുവനുണ്ടെങ്കിൽ അവൻ യേശു ക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. അവന്റെ ജീവിതത്തിൽ പാപത്തിന്റെ ഒരു പോരാട്ടം പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ലോകത്തിന്റെ പ്രഭു വരുന്നു, അവൻ എന്നോടൊരു കാര്യമില്ല. ലോകത്തിന്റെ പ്രഭു എന്ന് പറയുന്നത് സാത്താനെയാ കേട്ടോ. ലോകത്തിന്റെ പ്രഭു എന്ന് പറയുന്നത് സാത്താനെയാ. അപ്പൊ അതുകൊണ്ട് യേശു പറഞ്ഞ റോമാലേഖനം റോമാലേഖനമല്ല, യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യത്തിൽ യേശു ഇങ്ങനെ പറയുകയാണ്, ഹല്ലേലൂയ, ഞാൻ ഇന്ന് നിങ്ങളോട് നിങ്ങളോട് വളരെ സംസാരിക്കും. ലോകത്തിന്റെ പ്രഭു വരുന്നു, അവൻ എന്നോടൊരു കാര്യമില്ല. എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നു എന്നും പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നുവെന്ന് ലോകം അറിയട്ടെ. എഴുന്നേൽപ്പിനാൻ പോകാം. ഞാൻ വായിച്ച വചനത്തിലേക്ക് വരട്ടെ. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിനെ ആർ വിടുവിക്കും. ന്യായപ്രമാണം സംബന്ധിച്ച് ശുഷ്കാന്തിയുള്ളവൻ, പരീശന്മാരിൽ നിന്ന് ജനിച്ചവൻ, ന്യായപ്രമാണം സംബന്ധിച്ച് കുറ്റമറ്റ മനസാക്ഷിയുള്ളവൻ, ന്യായപ്രമാണത്തെ 613 നിയമങ്ങളും അനുസരിക്കുന്നവൻ, അതിവിശുദ്ധൻ, അതിഭക്തനായിരുന്ന പൗലോസ് പോലും തന്റെ ശരീരത്തിൽ വ്യാപരിക്കുന്ന പാപത്തിന്റെ പ്രമാണത്തെ നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ഹല്ലേലൂയ. ഇന്ന് പകൽ നിനക്ക് നിന്റെ ശരീരത്തിൽ വ്യാപരിക്കുന്ന പാപത്തിന്റെ പ്രമാണത്തെ നോക്കിയിട്ട് വിളിച്ചു പറയാൻ കഴിയുമോ? അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യനാ, ഈ മരണത്തിന് അധീനമായ ശരീരത്തെ ആർ പിടിപ്പിക്കുമെന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ശ്രോതാവേ, ദൈവം നിന്നോട് കരുണ തോന്നിയാൽ, ആദിമസഭയിലുണ്ടായ ക്രൂരതയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, അത്രമാത്രം വില കൊടുത്തിട്ടാണ് ഈ സുവിശേഷം ഇന്ന് ലോകവുമാടും കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്നത്. അത് സുവിശേഷത്തിന് അതിൻ്റെതായ ശക്തിയുണ്ട്, അതിൻ്റെ മഹത്വമുണ്ട്, അതിൻ്റെതായ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കും. ഇന്ന് പകൽ നിന്റെ ജീവിതത്തിന്റെ സകല പാപത്തെയും ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കണം കേട്ടോ. മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ഹല്ലേലൂയ. അവൻ ജീവിച്ച സമുദായ മക്കളോട് വെല്ലുവിളിയായി യേശു ചോദിച്ചു. യേശു ജീവിച്ച കാലഘട്ടത്തിൽ അന്നത്തെ സമുദായം യഹൂദന്മാരും ശാസ്ത്രിമാരും പരീശന്മാരും ഹല്ലേലൂയ മഹാപുരോഹിതരും എന്ന് വേണ്ട ഒരുപാട് കൂട്ടരുണ്ട്, ഒരുപാട് സൈസുകൾ അന്നുകൊണ്ട്. ഇന്നത്തെ പോലെ തന്നെ അവരോട് യേശു ചോദിച്ച വെല്ലുവിളിയായി യേശു ചോദിച്ചു, നിങ്ങൾ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും? ഹല്ലേലൂയ. യേശു അവരോട് വെല്ലുവിളിച്ചു, നിങ്ങൾ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും എന്ന് ആർക്കും ഒരു ചെറിയ കുറ്റം പോലും അവന്റെ മേൽ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങളുടെ ആറിന്റെ പാപത്തെക്കുറിച്ച് ചോദ്യം ഒരു വെല്ലുവിളി യേശു ചോദിച്ചപ്പോൾ തനിക്ക് മുമ്പിൽ നിൽക്കുന്ന ആ യഹൂദ ജനത്തിന് ഒരുവന് പോലും യേശുവിന്റെ മേൽ ഒരു കുറ്റവും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. പ്രൈസലോ. അത് വിശുദ്ധ ജീവിതം നീ നയിക്കണം. ഹല്ലേലൂയ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ഹല്ലേലൂയ. നാം ദൈവസന്നിധിയിൽ ഗവർണറായിരുന്ന പീലാത്തോസ് ആയിരുന്നാൽ പോലും യേശുവിന്റെ മേലെ ഒരു കുറ്റവും കണ്ടുപിടിച്ചില്ല. പ്രൈസലോ. എനിക്ക് ആ ഭാഗത്ത് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വീണ്ടും ചിന്തിക്കുക ഈ ഭാഗങ്ങളൊക്കെ. കണ്ണുകളുടെ ചാട്ട്. അതയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, മരണത്തിന് അധീനമായ ശരീരത്തിനെ ആർ വിടുവിക്കുമെന്ന് പൗലോസ് പറഞ്ഞ പോലെ നിന്റെ ജീവിതത്തിനകത്ത് ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്നവനാണെങ്കിൽ നിന്റെ ശരീരത്തിൽ വ്യാപിക്കുന്ന പാപത്തിന്റെ പ്രമാണത്തെ ഇന്ന് പകൽ നീ മാറ്റിയിട്ട് നീ വിശുദ്ധ ജീവിതം നയിക്കണം. നിന്റെ ജീവിതത്തെ കഷ്ടങ്ങൾ, പ്രയാസം, നൊമ്പരങ്ങൾ, ദുഃഖങ്ങൾ, കണ്ണുനീരുകൾ എല്ലാം ഉണ്ട്.
അതല്ല ഈ പാപത്തിന്റെ പ്രമാണം നിന്നിൽ വസിക്കുന്നതുകൊണ്ടാണ് നിനക്ക് ഉയരുവാൻ കഴിയാതെ, വളർച്ച പ്രാപിക്കാൻ, നന്മ പ്രാപിക്കാൻ കഴിയാതെ ഈ പാപത്തിന്റെ പ്രമാണത്തെ നീക്കിക്കളയണം. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്നിധി വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യം 800 കോടി ജനം, ആമേ, സകല രാജ്യരാഷ്ട്ര തലവന്മാർ, രാജകുമാർ, രാജ്കുമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവി, ഗോത്രങ്ങൾ, ദ്വീപുകൾ, ആദിവാസി, ട്രൈബൽ മേഖലയായിരിക്കുന്ന ജാതി, മത, വർഗ്ഗവർണ്ണ വ്യത്യാസം കൊണ്ടുവിട്ട് കൊട്ടാരി വരെ പറക്കുന്ന ശൈശുദ്ധന്മാരി, കൗമാരി, യുവനത്തിൽ, വാർത്തലും വൃത്തരും, അച്ഛൻ്റെ ജാതി, റോഫ്ന, ചോട്ട, തടവറയിലായിരിക്കുന്ന എല്ലാ മത സാമൂഹിക സംസ്കാര എല്ലാ മത സാമൂഹിക നേതാക്കന്മാരെയും എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥികർത്താവ്. ഈ പാപത്തം നിറയപ്പെട്ട് ഈ ലോകത്തിന്റെ ശാപത്തിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന, ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഈ ജനം മടങ്ങി വന്ന് അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിന് ചെവിടുപ്പോ അല്ലെങ്കിൽ പാപം വിട്ടൊഴിഞ്ഞൊരു വിശുദ്ധ ജീവിതം നയിപ്പാൻ ഈ ജനത്തെ കണ്ണുകൾ തുറക്കണേ. മദ്യത്തിനും മയക്കുവരിനും പാൻസലഹരിക്കും അടിമപ്പെട്ട് ഈ ലോകത്തിലെ ചൂടാത്തന്റെ ഇടുങ്ങി വ്യഭിചാര പരസംഗ അശുദ്ധ ദുഷ്കാമങ്ങളില് അകപ്പെട്ട് കർത്താവ് ഈ ലോകം മുഴുവൻ പാപത്തിൽ വസിക്കുമ്പോൾ അതിന്റെ നല്ലൊരു കർത്താവ് ഈ ജനത്തെ അതിൽ വിട്ടിരിക്കണമേ. കർത്താവ് യേശുക്രിസ്തുവിന് വേണ്ടി ലോകമേ സുവിശേഷത്തിന് വേണ്ടി ലോകവുമാണ് ക്രൈസ്തവ പീഡ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ നല്ല വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ, വിശ്വാസത്തിൽ പതിപോകാതെ കർത്താവിന്റെ വരവിനായി ഒരുക്കമുള്ള ഒരു വലിയ കൂട്ടം ജനത്തെ ഒരുക്കണമേ. ദൈവമക്കൾക്കായി, ദൈവസഭയ്ക്കായി, ദൈവദാസന്മാർക്ക് വേണ്ടി, ക്രൈസ്തവ വിശ്വാസ ക്രൈസ്തവ മിഷണന്മാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്. ലോകവുപാട് നടക്കുന്ന പീഡനങ്ങളുടെ നടുവിലും ആമി നീറോടെ കാലഘട്ടത്തിൽ എന്നപോലെ വിശ്വാസത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുന്ന വലിയൊരു കൂട്ടം ജനത്തെ ഈ നാടുകളിൽ കർത്താവ് ഒരുക്കിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സകല മഹത്വം എടുക്കണം യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.